ഹലോ ഫ്രണ്ട്സ്, ഇത് കടലമാവാണ്. 2 തവി കടലമാവ് ഞാൻ എടുക്കുവാണ്. രണ്ട് തവി കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. അര പോരാ, ഒരു ഇച്ചിരിയും കൂടെ, ഒരു 3/4 സ്പൂൺ ഉപ്പ് ചേർക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഈ പൊടികളെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ട പിടിക്കാതെ നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവം മതി, വെള്ളം കൂടണ്ട, എന്നാൽ ഒട്ട് കട്ടിയാവുകയും വേണ്ട. 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തോട് കളഞ്ഞെടുക്കാം. മുട്ടയെല്ലാം പൊളിച്ച് കീറി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് മാവിൽ മുക്കിയിടാം. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഓരോന്ന് മുട്ട മുക്കിയിടാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നെടുത്ത് മുക്കി എണ്ണയിലേക്ക് ഇടാം. ഇതാ വെളിച്ചെണ്ണ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് കിടന്ന് മൊരിയട്ടെ. നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട ബജി. നമുക്കിത് ഓരോന്നായിട്ട് സോസും ചേർത്ത് കഴിക്കാം. എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.